ഹായ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. പിന്നെ നമ്മൾ മറ്റുള്ളവരോട് ഒരിക്കലും നേരിട്ടോ അതല്ലെങ്കിൽ അല്ലാതെയോ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഭയങ്കര മോശമുള്ള പരിപാടിയാണ് അല്ലേ? ഒരാൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അവരെ കേൾപ്പിച്ചോ അല്ലെങ്കിൽ അവരെ കേൾക്കാതെയൊക്കെ നമ്മൾ അവരെക്കുറിച്ച് പറയണത് ഭയങ്കര പ്രയാസം അവർക്ക് അനുഭവിക്കുന്നൊരു വിഷയമാണ്. ഒരിക്കലും നമ്മളത് ചെയ്യരുത് കേട്ടോ. അതായത് പല കാരണങ്ങളുണ്ടാവും. അതൊന്നും നമ്മൾ അവരെ മുഖത്ത് നോക്കിയാണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ നമ്മൾ പറയാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നോക്കുക. എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ പോവുക. മറ്റുള്ളവരെ കുറ്റം പറയാൻ പോവുക അല്ലേ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവുകളുള്ള മക്കളെ ദൈവം കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കളൊന്നും ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയുള്ള കുട്ടികളെ കൊടുക്കുന്നത് ദൈവം ഓരോ മാലാഖമാരായ മാതാപിതാക്കൾക്കാണ് അങ്ങനത്തെ കുട്ടികളെ കൊടുക്കുക. അങ്ങനത്തെ കുട്ടികളെ നോക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ അങ്ങനത്തെ കൊടുക്കുള്ളൂ. അപ്പോൾ അവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവം അത്രത്തോളം പരിഗണിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. ബോഡി ഷെയിം വളരെ മോശമായ പരിപാടിയാണ്. അതായത് നമ്മളൊരിക്കലും കേട്ടുകാണ്ടും നേരിട്ടോ അല്ലാതെ ഒന്നും പറയാൻ പാടില്ല. ഓരോ ആളുകൾക്കും ഫിസിക്കലി മെൻ്റലി പല മൈൻഡ് എന്താ പറയുക, പഠിച്ചവൻ പല രീതിയിലാണ് ഓരോരുത്തരെയും പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെ കുറവുകളുള്ള ആൾ നമ്മളൊരിക്കലും എന്താ പറയുക പ്രയാസപ്പെടുത്താൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ ഇതിന് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറാക്കി കൊണ്ടുപോവുക. ആദ്യം അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ബൈ.